നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 5 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. മൂന്നിയൂർ സ്വദേശിയായ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. മൂന്നിയൂരിലെ പുഴയിൽ നിന്നാണ് വൈറസ് ബാധയേറ്റതെന്നാണ് നിഗമനം. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. മൂന്നിയൂരിലെ പാറക്കടവിൽ കുളിച്ചതിന് പിന്നാലെയാണ് 5 വയസ്സുകാരിക്ക് പനിയും തലവേദനയും തുടങ്ങിയത്. ആദ്യം സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിക്ക് അത്യപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. ചികിത്സയ്ക്കുള്ള കുട്ടിക്കൊപ്പം കുളിച്ചിരുന്ന ബന്ധുക്കളായ 4 പേരെ രോഗലക്ഷണത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാക്കി. ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. ഇവിടെ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികളും നമ്മൾ വലിയവരും ഒക്കെ അലക്കാനും അതുപോലെ കക്ക വാരാനും ഒക്കെ നമ്മൾ മീൻ പിടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കടവാണിത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുന്നത്. വർഷങ്ങളായി നമ്മൾ ഇവിടെ കുടിക്കാറും ഇതൊക്കെ അലക്കാറും എല്ലാം ഉണ്ട്. ഇവിടെ പ്രദേശത്തൊക്കെ കിണറിൽ വെള്ളം വറ്റി തുടങ്ങിയാൽ എല്ലാവരും ആശ്രയിക്കുന്നത് ഈ കടവിനാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ 4 ഭാഗത്തും 4-5 കടവുകൾ വേറെയുണ്ട്. അവിടെയൊക്കെ പോയി കുളിക്കുന്ന പതിവാണ് നമുക്ക് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരും ഇവിടെ വൈകുന്നേരമെങ്കിലും അതുപോലെ രാവിലെയൊക്കെ ഏത് സമയത്തും ഇവിടെ തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വന്ന് കുളിക്കുന്നതാണ്. അങ്ങനെ ഇത് പുതിയൊരു അറിവായിട്ടാണ് ഇപ്പോൾ നമുക്ക് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഷയം ഇതുവരെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഒരു ആശങ്കയിലാണ്. ഇതുവരെ കുളിച്ച കുട്ടികളാണെങ്കിലും അലക്കാൻ വന്ന സ്ത്രീകളാണെങ്കിലും അതുപോലെ കക്കവാരാൻ വന്ന ഒരുപാട് ആളുകൾ പല പ്രദേശത്തു നിന്നും ഇവിടെ കക്കവാരാനും അതുപോലെ കുളിക്കാനും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാനും ആശങ്കയിലാണ്. എൻ്റെ മക്കളും സ്ഥിരമായിട്ട് ഇവിടെ കുളിക്കാറുള്ളതാണ്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ 2 വീട് മേലേക്കാണ് എൻ്റെ വീട്. അപ്പോൾ എൻ്റെ 3 പെൺകുട്ടികളും ഇതുപോലെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കുളിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരു ആശങ്കയിലാണ് ഉള്ളത്. ഏതായിരുന്നാലും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കട്ടെ എന്നാണ് നമുക്ക് ആശങ്ക. ആരോഗ്യവകുപ്പ് നമ്മൾ ഇനി ആരും പുഴയിലേക്ക് ഇങ്ങനെ കുളിക്കാനും ഇതിനൊന്നും വരരുത്, പ്രത്യേകിച്ച് കുട്ടികളൊന്നും തീരെ ഈ ഭാഗത്തേക്ക് വരരുത് എന്ന് ആരോഗ്യവകുപ്പ് എല്ലാ വീടുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ കിണറുകൾ ക്ലോറിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബന്ധാക്കുമെന്നുള്ള രീതിയിൽ നേരത്തെ നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മുനീർ മാസ്റ്റർ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാരൊക്കെ നമ്മുടെ ഇന്ന് രാവിലെയൊക്കെ ഇവിടെ പരിസര പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ കയറി എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമീപ ദിവസങ്ങളിൽ പുഴയിൽ കുളിച്ചവർക്ക് രോഗലക്ഷണമുണ്ടെങ്കിൽ ചികിത്സ തേടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയിൽ കുളിക്കുന്നതിന് നിരോധനമേർപ്പെടുത്തി. വെട്ടം ന്യൂസ്, തിരൂരങ്ങാടി.